പൈപ്പ് പൊട്ടി കുഴി ഇപ്പോഴും അത് കഴിഞ്ഞായത്. ആദ്യം പൊട്ടിയിട്ട് വെള്ളം ഭയങ്കരമായിട്ട് ഫ്ലോയിൽ ഒഴുകുമായിരുന്നു ആ സൈഡിലേക്ക്. അപ്പം ഞാൻ അവിടെയാണെന്ന് വിചാരിച്ച് അവിടെ എങ്ങാനും ആണെന്ന് വിചാരിച്ച് നടന്നു വന്നപ്പോൾ നടക്കാൻ പറ്റണില്ല, അതുപോലെ വെള്ളമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഫ്ലാറ്റായിരുന്നു. അത് കഴിഞ്ഞ് അവരെ വിളിച്ച് അവിടെ നടന്നുകൊണ്ട് വരുമ്പോഴേ അവരെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വാൽവ് അടച്ചു, പൈപ്പ് വെള്ളം നിന്ന് ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഈ മണ്ണൊക്കെ ഒലിച്ചു പോയത് കാരണം പതുക്കെ ഇരുന്നു തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ അവിടെയൊന്നും മണ്ണില്ല, ഗർത്തം പോലെ രൂപപ്പെട്ടിരിക്കുക. ഇത് ചിലപ്പം ഇടിഞ്ഞു പോകാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആവും. ഈ ആളുകളെ കൺട്രോൾ ചെയ്യാൻ അതിനും വലിയ പാടാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാവില്ല, അവർക്ക് പോകാനുള്ളത് അവരിങ്ങനെ പോവുകയും പിന്നെ സാഹസമാണല്ലോ ഇപ്പോൾ. അതിൻ്റെ ഉള്ളിലെ ഫോട്ടോ എടുക്കാനായിട്ടും മറ്റും ആൾക്കാരിങ്ങനെ നല്ല അപകടം പറ്റിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ്. പിന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് വെള്ളം നോക്കണ്ട. ഇത് ശരിയാക്കിയാലും ഇനി പമ്പിങ്ങൊക്കെ ആരംഭിച്ച് ടൈലൻഡ് വരെ വെള്ളം എത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. എല്ലായിടത്തും ഇനി ടാങ്കർ തന്നെ ആശ്രയിക്കേണ്ടി വരും. സ്ഥിരമായിട്ട് ഇവിടെ ഈ അമൃത് പദ്ധതിയൊക്കെ ഉണ്ടായിട്ടും സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ പൈപ്പ് പൊട്ടിക്കൊണ്ടിരിക്കുക. ഈ റോഡിൽ തന്നെ ഈ 7 മാസത്തിനിടയ്ക്ക് 4 പ്രാവശ്യമായി പൈപ്പ് പൊട്ടണം. 2 ദിവസം മുമ്പ് തമ്പനം ജംഗ്ഷനിൽ, അതിനു മുമ്പ് ആദ്യം ഏഷ്യാനെറ്റിൻ്റെ അവിടെ, അതിന് കുറച്ചിപ്പുറം ഒന്ന് പൊട്ടി. ഇങ്ങനെ സ്ഥിരമായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുക. അമൃത് പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പൈപ്പ് മാറ്റിയിടണമെങ്കിൽ ഓൾട്ടർനേറ്റ് നമുക്ക് ഇപ്പോൾ ഈ സൈഡിൽ ഇവർ പറയണത് ഇത് 700 mm പൈപ്പാണ്. ഇത് പഴയതാണ്, 55 വർഷത്തോളം പഴക്കമുള്ള പൈപ്പ്. അത് മാറ്റിയിട്ടേ പറ്റൂ. പക്ഷെ അത് മാറ്റിയിടണതിനോടൊപ്പം ഇപ്പോൾ അവർ പറയണ ഓൾട്ടർനേറ്റ് ഇതിനി ആവശ്യമില്ല, ഇപ്പുറത്ത് 6 ഇഞ്ചിൻ്റെ പൈപ്പ് ഇട്ടിട്ടുണ്ടെന്നാണ്. 6 ഇഞ്ച് പൈപ്പ് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. അവർ പറയുന്നത് നമ്മൾ ചേരാനല്ലൂർ ഭാഗത്തേക്കുള്ള പമ്പിങ് ഇപ്പോൾ ഇനിയില്ല ഇവിടെ നിന്നുള്ളത് കൊണ്ട് ഇത് മതിയാവുമെന്നാണ് പറയണേ. അത് ഏത് രീതിയിൽ വർക്കൗട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. ഏതൊക്കെ ഭാഗത്തായിരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുക? നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ തമ്മനത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാരിവട്ടത്തേക്ക്, അതേപോലെ കടവന്ത്ര ഭാഗത്തേക്ക്, വെണ്ണല ഭാഗത്തൊക്കെ വെള്ളം മുടങ്ങും. എല്ലാവർക്കും ഇവിടെ നിന്ന് തന്നെയാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപകട സാധ്യത ഇവിടെയും. ഈ റോഡിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വല്ല പെട്ടെന്ന് ഇത് വല്ലവരും ഒരാളാണേലും താഴെ പോയ പ്രശ്നം നീങ്ങി നടക്കും മോനെ. ആളുകളെ കൺട്രോൾ ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഒരു ഇത് കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും എടുക്കാനും അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള ആഗ്രഹമാണ്.